മൂവാറ്റുപുഴയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായതായി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ തള്ളുന്ന കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത്. പെരുമ്പല്ലൂർ സ്വദേശി അനീഷ് ആന്റണിയാണ് മൂവാറ്റുപുഴ മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. 2025 ഓഗസ്റ്റ് 12 ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെരുമ്പലൂർ സ്വദേശി അമൽ ആന്റണിയെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബാറ്ററി മോഷ്ടിച്ചെന്നാരോപിച്ച് അമലിനെ കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കെ ബലം പ്രയോഗിച്ച് വലിച്ചിഴിച്ച് ജീപ്പിൽ കയറ്റി മർദ്ദിച്ചു. പിന്നീട് മോഷണം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായതോടെ വിട്ടയച്ചെങ്കിലും ക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ അമലിന് സാരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി PM ബൈജു റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്നാണ് അമൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അമലിന്റെ മൊഴിക്ക് പുറമെ CCTV ദൃശ്യങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഡോക്ടറുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയത്. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെ തള്ളുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളതെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളും എണ്ണി പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പോലീസ് നടത്തിയ നരനായാട്ടിനെതിരെയുള്ള നിയമ പോരാട്ടത്തിലാണ് അന്നുമുതൽ അമൽ ആന്റണി. മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും അമൽ നൽകിയ പരാതികളുടെ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.